ചേർത്തല പള്ളിപ്പുറത്തെ 4 സ്ത്രീകളുടെ തിരോധാന കേസിൽ ദുരൂഹതയേറുന്നു. പ്രതി സെബാസ്റ്റ്യൻ അഭിചാരക്രിയകൾ നടത്തിയിരുന്നതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. ഓരോ സംഭവങ്ങൾക്കും കൃത്യമായ ഇടവേളകൾ എടുത്തത് ആഭിചാരക്രിയകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായും ക്രൈംബ്രാഞ്ച് ഇയാൾ ബിനാമി ഇടപാടുകളും നടത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീകൾ കാണാതാവുന്നതിനിടയ്ക്കുള്ള കൃത്യമായ ഇടവേളകളാണ് അന്വേഷണ സംഘത്തിന് സംശയത്തിനിടയാക്കിയത്. കൊലപാതകങ്ങൾ നടത്തിയത് ആഭിചാരക്രിയയ്ക്കാണെന്ന് സംശയിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി. 2006 ബിന്ദു പത്മനാഭൻ, 2012 ഐഷ, 2020 സിന്ധു, ഒടുവിൽ 2024 ഡിസംബറിൽ ജൈനമ്മ. 6 വർഷം വരെയുള്ള ഇടവേളയിലാണ് ഓരോ സ്ത്രീകളെയും കാണാതായത്. ഇലന്തൂർ നരബലി, നന്ദൻകോട് കൊലപാതകം എന്നീ കേസുകളുമായി ഈ കേസുകളിൽ സമാനതകളുണ്ട്. കുടുംബ പ്രശ്നങ്ങളും മറ്റുമായി ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ലക്ഷ്യമിട്ടാൽ ആരും അന്വേഷിച്ചെത്തില്ലെന്നും പ്രതി കരുതിയിരിക്കാം. ധ്യാന കേന്ദ്രങ്ങളിൽ പോയിരുന്നുവെങ്കിലും സെബാസ്റ്റ്യൻ ഒരു വിശ്വാസിയല്ലായിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട്. സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിന് ധ്യാന കേന്ദ്രങ്ങളെ ഇയാൾ ഉപയോഗിച്ചതായാണ് നിഗമനം. ഇയാൾ റെഫ്രിജറേറ്റർ വാങ്ങിയ ചേർത്തലയിലെ കടയിലെത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തി. മാംസവും രക്തവും സൂക്ഷിക്കുന്നതിനായി ഫ്രിഡ്ജ് വാങ്ങിയതായാണ് സംശയം. ജൈനമ്മയെ കാണാതായതിനു തലേന്നാണ് ഫ്രിഡ്ജ് വാങ്ങിയത്. ജനം, കോട്ടയം.